ഹലോ, നമസ്കാരം. അപ്പോൾ ഇതിനു മുമ്പ് ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പോഴും നമ്മളുടെ സീൻ ക്ലിയർ അല്ല. സോ വാട്ട് എവർ നമ്മൾ എന്താണ് നമ്മുടെ ചുറ്റുപാടും കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം ബിസിനസ്സിൻ്റെ ഫലമാണ്. നമ്മളൊരു ബിസിനസ്സിൻ്റെ കാഴ്ചപ്പാടിൽ വേണം യുദ്ധത്തെയും പൊളിറ്റിക്കൽ ഇവൻറ്റ്സിനെയും നമ്മൾ നോക്കിക്കാണാൻ, പൊളിറ്റിക്കൽ ന്യൂസിനെയും എല്ലാം നമ്മൾ നോക്കിക്കാണേണ്ടത്. അപ്പോൾ ബിസിനസ്സിൻ്റെ കാഴ്ചപ്പാടിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഏതെല്ലാം ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും എന്ന് ഞാൻ പറയുന്നതിന് പകരം ഏതെല്ലാം ഇൻഡസ്ട്രിയിൽ ഇൻവെസ്റ്റ് ചെയ്യരുത് എന്ന് പറയുന്നിടത്താണ് നല്ലത്. കാരണം ഒന്നാമത്തെ സെക്ടർ, നിങ്ങൾ ബാങ്കിങ്ങിൽ ഇൻവെസ്റ്റ് ചെയ്യരുത്. ബാങ്കിങ്ങിൻ്റെ സ്റ്റോക്ക് നിങ്ങൾ വാങ്ങിക്കരുത്. ബാങ്കിങ്ങുകാർ നിങ്ങൾ വിളിച്ച് പറയും, ഞങ്ങൾ ഇപ്പോഴത്തെ ഏറ്റവും മാർക്കറ്റ് കുറഞ്ഞു നിൽക്കുകയാണ്, അതുകൊണ്ട് ഇപ്പോഴാണ് ഏറ്റവും നല്ല ഒരു വാങ്ങിക്കാനുള്ള സമയം. അത് വളരെ ഒരു റിസ്കി ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണ്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു പെർട്ടിക്കുലർ സ്റ്റോക്കുകൾ ഏറ്റവും കുറഞ്ഞ് നിൽക്കണമെന്നുള്ളടത്ത് ആ പെർട്ടിക്കുലർ സ്റ്റോക്കുകളുടെ ഏറ്റവും ഡിമാൻഡ് തീരുന്നു, അതിൻ്റെ പെർഫോമൻസ് നഷ്ടപ്പെട്ടു. ഈവൻ ഉദാഹരണത്തിന് മറ്റേ അനിൽ അംബാനിൻ്റെ ഒരു വലിയ കമ്പനി പൂട്ടിപ്പോയത് നമ്മളുടെ കൺമുമ്പിലാണ്. അപ്പോൾ അതിൽ നിക്ഷേപിച്ചവരൊക്കെ പെട്ടുപോയി, അവരുടെ പണം നഷ്ടപ്പെട്ടു. അപ്പോൾ ഒരു വലിയൊരു കമ്പനിയായി എന്നുള്ളത് കൊണ്ട് മാത്രം ആ സ്റ്റോക്ക് സെക്യൂർ ആകണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അവെയർ ആയിരിക്കുക. കടം മേടിച്ചിട്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ലോൺ എടുത്തിട്ടോ അല്ലെങ്കിൽ മറ്റേ സുഹൃത്തുക്കളുടെ അടുത്തുനിന്നോ ഫാമിലിയുടെ അടുത്തുനിന്നോ കടം മേടിച്ചിട്ട് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുന്നത് വളരെ ബുദ്ധിപൂർവമായിട്ടുള്ള കാര്യമാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ, റിയൽ എസ്റ്റേറ്റിൽ നിങ്ങളുടെ ലക്ഷ്യം എന്താണ്? നിങ്ങൾ ഒരു ഫ്ലാറ്റ് വാങ്ങിച്ചിട്ട് വാടകയ്ക്ക് കൊടുക്കാനാണെങ്കിൽ ഓക്കെ, അപ്കമിങ് പ്രോജക്റ്റിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. ഓൺ ഗോയിങ് പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നിങ്ങളുടെ ലക്ഷ്യം വാടകയാണെങ്കിൽ നിങ്ങൾ അത് വിറ്റ് കാശാക്കുമ്പോൾ അത് അപ്കമിങ് പ്രോജക്റ്റിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ട് അത് പ്രോജക്റ്റ് കംപ്ലീഷൻ ആകുമ്പോൾ അത് വിറ്റാൽ എനിക്ക് ഇത്ര ലാഭം കിട്ടും എന്നുള്ള അസംഷൻ നിങ്ങൾ വെക്കുന്നത് അത് വളരെ അപകടമാണ്. അതിൽ നിന്ന് മാറി നിൽക്കുക. മൂന്നാമത്തെ ഒരു സെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൂറിസം സെക്ടറാണ്. ഇറ്റ്സ് സോ ഡേഞ്ചറസ് അറ്റ് ദിസ് പോയിന്റ്. അതിൽ ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക. ഇപ്പം ടൂറിസത്തിൽ നിങ്ങളൊരു റിസോർട്ട് നിങ്ങൾ ഓൾറെഡി റണ്ണിങ്ങിലുണ്ട്, അതിൽ പുതിയൊരു റിസോർട്ട് നിങ്ങൾ ഓപ്പൺ ചെയ്യാൻ പോകണം. നിങ്ങളുടെ ടാർഗറ്റ് മാർക്കറ്റ് ഡൊമസ്റ്റിക് മാത്രമാണെങ്കിൽ നിങ്ങൾ അതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ. ഇൻ്റർനാഷണൽ ടൂറിസ്റ്റിന് മാത്രം ഡിപ്പെൻഡ് ചെയ്തിട്ട് നിങ്ങൾ പോകുന്നത് നിങ്ങൾക്ക് വളരെ അപകടകരമായിരിക്കും. ഓക്കെ, ഫോർ കൺക്ലൂഷൻ, എപ്പോഴും മാർക്കറ്റ് ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ ഇന്ന് പറഞ്ഞത് ചിലപ്പോൾ നാളെ അപ്ലിക്കബിൾ ആവില്ല. അപ്പോൾ അതുകൊണ്ടും നിങ്ങൾ സേഫ് ആയിരിക്കുക. എപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് സേഫ് ആക്കാൻ നോക്കുക. താങ്ക് യു സോ മച്ച്. ഈ സമയം റിസ്ക് എടുക്കണം. ബിസിനസ്സുകാരാകുമ്പോൾ റിസ്ക് എടുക്കണം. ഈ സമയം എന്ന് പറയുന്നത് റിസ്ക് എടുക്കാനുള്ള ടൈമല്ല, ഒബ്സർവേഷൻ്റെ ടൈമാണ്. ഒബ്സർവ് ചെയ്തിട്ട് ട്രെൻഡ് എങ്ങോട്ടാണ് പോകുന്നത് അതിനനുസരിച്ച് വേണം ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. കീപ് വാച്ചിങ്. ബൈ ബൈ.